മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തുടരുക. താങ്കൾ അഡ്വക്കേറ്റ് അനിതാജി, ബാർ അസോസിയേഷന്റെ പ്രതിനിധിയാണ്. അഡ്വക്കേറ്റ് അനിതാജി, ഇപ്പോൾ അവിടെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പോലീസ് എത്തിയപ്പോൾ ഈ അഭിഭാഷകന് കടന്നു കളയാൻ അവസരമൊരുക്കിയത് ഈ അഭിഭാഷക കൂട്ടായ്മയാണ് എന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അത്തരത്തിലൊരു സമീപനം ഉണ്ടായ അഡ്വക്കേറ്റ് അനിതാജി? ഈ പറയുന്നത് വളരെയധികം അടിസ്ഥാന വിരുദ്ധമായ ഒരു കാര്യമാണ്. പോലീസിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ ആരും തന്നെ പോലീസിനോട് ബേലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് വെറും ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം മാത്രമാണ്. പിന്നീട് എനിക്ക് ഈ സംഭവത്തിൽ വളരെയധികം വിഷമമുണ്ട്. എന്റെ കൂടെയുള്ള എന്റെ ഒരു അനിയത്തിക്കാണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അതിനു മുമ്പായിട്ട് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതിനോട് എനിക്ക് ഒരു മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാർ, മറ്റ് ഏത് തൊഴിലിനെയും പോലെ തന്നെ മാന്യമായ ജോലിയാണ് അഭിഭാഷക വൃത്തി. അതിനകത്ത് എല്ലാ മേഖലകളിലും കൊട്ടേഷൻ സംഘങ്ങളും ഗുണ്ടകളും ഒക്കെ ഉണ്ടാകും. അഭിഭാഷക വൃത്തിയിലുള്ളവർ മാത്രമല്ല ഈ പറയുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. രണ്ടാമത് അദ്ദേഹം നേരത്തെ പറയുണ്ടായി വക്കീലന്മാർക്ക് റെന്റിന് കൊടുക്കില്ല, വീട് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത്. ഇത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ വക്കീലന്മാർ അവർക്ക് വേണ്ടിയിട്ടല്ല കോടതിയിൽ ഹാജരാകുന്നത്, വേറൊരാളിന്റെ നീതി നടപ്പാക്കുന്നതിലേക്കും ഒരാൾക്ക് വേണ്ടുന്ന ജസ്റ്റിസും അതിനോടൊപ്പം തന്നെ അയാൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പൊരുതുന്നവരാണ് അഭിഭാഷക സമൂഹം. ഒരിക്കലും ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ സഹോദരി ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് ബാർ അസോസിയേഷനിൽ അറിയിപ്പ് ലഭിച്ചപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവരും പല കോടതികളിലായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ബാർ അസോസിയേഷൻ ഭാരവാഹികളിൽ അന്നേരം അവൈലബിൾ ആയിട്ടുള്ളവര് ഈ പറയുന്ന വക്കീൽ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആ സ്ഥലത്ത് ഹാജരായി. ഒരിക്കലും ബാർ അസോസിയേഷനിലെ ഒരു ഭാരവാഹിയും ബേലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടില്ല. പോലീസിന് അങ്ങനെ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. ഇപ്പോഴും നമ്മളെല്ലാവരും ഈ സംഭവം നടന്ന ഇന്നലെ മുതൽ ബാർ അസോസിയേഷൻ ഉൾപ്പെടെ ബാർ അസോസിയേഷനും നമ്മുടെ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിലെ എല്ലാ അഡ്വക്കേറ്റ്സും ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും അതിനു വേണ്ടുന്ന വൈദ്യസഹായം ചെയ്യുന്നതിലും അതിനോടൊപ്പം തന്നെ നിയമ നടപടികൾ എന്തൊക്കെയാണോ അതിനു വേണ്ടുന്ന സഹായങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ബാർ കൗൺസിൽ ഈ സംഭവം നടന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ പറയുന്ന ആരോപണ വിധേയനായ വ്യക്തിയെ നമ്മുടെ ബാർ അസോസിയേഷന്റെ അംഗത്വത്തിൽ നിന്നും നമ്മൾ റദ്ദാക്കി, അതിനകത്ത് നിന്ന് നമ്മൾ സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് പിന്നെ ബാർ കൗൺസിലിലേക്ക് കൊടുത്ത നടപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബാർ കൗൺസിലിൽ അറിയിപ്പ് ലഭിച്ച കൊടുത്തതിന് ശേഷം അവിടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് കൂടി ഇപ്പം തൽക്കാലത്തേക്കിന് 6 മാസത്തേക്കിന് ഈ പറയുന്ന ബേലിൻ ദാസിനെ കോടതിയിൽ കയറിയിരിക്കുന്നതിനെ വിലക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എവിടെയാണ് ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ ബേലിൻ ദാസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് സംഭവം നടന്നാലും അതിന് അതിൻ്റെതായ കുറച്ച് സമയമെടുക്കും എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനിയും ഈ പറയുന്ന കുട്ടി, നമുക്ക് ഈ അപകടം സംഭവിച്ച കുട്ടി, അവളോടൊപ്പം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും നിൽക്കുന്നത്. അതിനകത്ത് നേരത്തെ മാഡം സംസാരിച്ചതുപോലെ ബാർ അസോസിയേഷൻ പിരിച്ചുവിടാനോ അതൊന്നും അല്ല ഇപ്പൊ നടക്കേണ്ടത്. നമ്മൾ എന്താണോ ബാർ അസോസിയേഷൻ ആ കുട്ടിയോടൊപ്പം നിന്ന് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ബേലിൻ ദാസിനെ ബാർ അസോസിയേഷനോ ബാർ അസോസിയേഷനിൽ നമ്മുടെ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിൽ പെട്ട ഒരു മെമ്പറോ ബേലിൻ ദാസിനെ പ്രൊട്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ കുറെ ആരോപണങ്ങളാണ്. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ബേലിൻ ദാസ് അത്ര വലിയ ഒരു സീനിയർ അല്ല. 2014 എൻറോൾ ചെയ്ത ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം ഈ മാധ്യമങ്ങളാണ് ഇപ്പൊ അദ്ദേഹത്തിനെ വളരെ വലിയ ഒരു സീനിയർ ആക്കിയത്. ഒരുപാട് ബഹുമാന്യരായ സീനിയറും ജൂനിയർ അഭിഭാഷകരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോടതിയാണ് നമ്മുടെ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനും മഞ്ചൂർ കോടതി. അവിടെ ഈ പറയുന്ന ബേലിൻ ദാസ് ഒരുപാട് സീനിയർ ഒന്നും അല്ല. ഇപ്പൊ മാധ്യമങ്ങളെല്ലാം കൂടെ സംസാരിച്ച് അദ്ദേഹത്തിനെ ഇപ്പൊ ഈ ചർച്ചയിലും ചാനലുകളിലും അല്ലെങ്കിൽ എല്ലായിടത്തും വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സീനിയർ അഭിഭാഷകൻ. അഡ്വക്കേറ്റ് അനിതാജി, അത് അങ്ങനെയല്ല അഡ്വക്കേറ്റ് അനിതാജി. ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ശ്യാമിലി അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ. അപ്പോൾ ആ ഒരു ജൂനിയർ സീനിയർ ബന്ധമുണ്ടല്ലോ, അതിനെയാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ല, ഞാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പ്രാക്ടീസും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും സമൂഹത്തിനോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ ബേലിൻ ദാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഒഫീഷ്യൽസിന്റെ ഇടയ്ക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം ഒരു ബാർ അസോസിയേഷൻ ഭാരവാഹികളും ബേലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല.
അതൊക്കെ ഒരു തെറ്റായ പ്രചരണമാണ്. പോലീസ് വന്ന സമയത്ത് ബാക്കി നടപടികൾ അവർ പൂർത്തിയാക്കുന്നുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൽ ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അവർ മൊഴി രേഖപ്പെടുത്താനും എല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ മുറയ്ക്ക് തന്നെ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ചെയ്യേണ്ടതായ നടപടികൾ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് അനിതാജി, ഇപ്പോൾ ഒരു സസ്പെൻഷനാണല്ലോ, അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ അഭിഭാഷക കൂട്ടായ്മ എന്ന് പറയുന്നു. എന്ത് നടപടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കേണ്ടത്? ഈ ബാർ അസോസിയേഷന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് അഭിപ്രായം അതിൽ? അത് ഇമീഡിയറ്റ് ആയിട്ടുള്ള ബാർ അസോസിയേഷന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു ബൈലോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനകത്ത് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് ഇപ്പം നമ്മുടെ ആ കുട്ടി ഷാമിലി നമുക്കിപ്പം പരാതി റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റ് നമുക്ക് എഴുതി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. കാരണം ഇന്നലെ അത് റിട്ടേൺ കംപ്ലൈന്റ് ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെയാണ് നമ്മൾ ആക്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പം ആ കംപ്ലൈന്റിന്റെ പുറത്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഉടനടി തന്നെ ചെയ്യുന്നതാവും. അതിനോടൊപ്പം തന്നെയാണ് ബാർ കൗൺസിലേക്ക് നമ്മൾക്ക് പറയാനുള്ളതും. ബാർ കൗൺസിലിന്റെ പ്രതിനിധികൾ നമ്മളുടെ ബാറിൽ തന്നെയുണ്ട്. നമ്മുടെ പ്രസിഡന്റും വേറെ ആനിയറ ഷൈസാർ, ഇങ്ങനെ പലരും അതിന്റെ ബാർ കൗൺസിൽ പ്രതിനിധികൾ നമ്മുടെ ബാറിൽ നിന്ന് തന്നെയുണ്ട്, സന്തോഷ് സാർ. അപ്പം ഇവരെല്ലാവരും ഈ പറയേണ്ട കാര്യങ്ങളൊക്കെ അവിടെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഓൺലൈൻ മീറ്റിംഗ് ഇമീഡിയറ്റ് ആയിട്ട് കൂടി ഈ പറയുന്ന വേലിൻ ദാസിനെ 6 മാസത്തേക്കിന് ബാർ കൗൺസിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബാർ അസോസിയേഷൻ അല്ല, ബാർ കൗൺസിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികൾ ഇതിന് പിന്നാലെ ഉണ്ടാവും. ഇപ്പം പിന്നീട് എന്ത് ഒരു ക്രൈം നടന്നാൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അതെന്താണോ അയാളെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഇപ്പോൾ ഓൾറെഡി ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ബാക്കി അന്വേഷണങ്ങളും അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഷാമിലിക്ക് വേണ്ട മോറൽ സപ്പോർട്ട് എന്തൊക്കെയാണോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ലേഡി അഡ്വക്കേറ്റ്സിന്റെ ഭാഗത്തുനിന്നായാലും